പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് പി ജയരാജൻ. ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ല. DC ബുക്സുമായി ഒരു കരാറുമില്ല. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് ദിവസം തന്റെ വാർത്ത വന്നതിന് പിന്നിൽ ഗൂഢാലോചനയെന്നും പി ജയരാജൻ പറഞ്ഞു. എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ്. ഇത് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മിഥുൻ, പിന്നിൽ ഗൂഢാലോചന എന്നാണ് പി ജയരാജൻ വ്യക്തമാക്കുന്നത്. പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്നും. എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത്? KT, ഈ വിവാദം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് പി ജയരാജൻ തയ്യാറായത്. പുസ്തകം പ്രസിദ്ധീകരിക്കാൻ താൻ DC ബുക്സിനെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. തന്റെ പുസ്തകം പ്രസിദ്ധീകരണത്തിന് വേണ്ടി മാതൃഭൂമി ബുക്സും അതുപോലെ തന്നെ DC ബുക്സും തന്നെ സമീപിച്ചിരുന്നു. എന്നാൽ ആർക്കും ഇത് കൈമാറിയിട്ടില്ല. DC-യുമായി ഒരു കരാറും ഇതുവരെ ഇല്ല എന്നും പി ജയരാജൻ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ആത്മകഥ താൻ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ, ഇതുവരെ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. നിലവിലെ പശ്ചാത്തലത്തിൽ പുസ്തകം വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടാകുമെന്നാണ് പി ജയരാജൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ വിവാദം പുറത്തു വന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്.